ഹലോ അസ്സലാമലൈക്കും വെൽക്കം ബാക്ക് ടു ഐബൂസ് മമ്മ ചാനൽ. അപ്പോൾ കഴിഞ്ഞ പാർട്ടിൽ നിങ്ങൾ കണ്ടേച്ചത് ഓൾഡ് ബാക്കു സിറ്റീൻ്റെ കാഴ്ചകളായിരുന്നു. അപ്പോൾ നമ്മളതിൽ ഓൾഡ് ബാക്കു സിറ്റി കണ്ടു, മൈദൻ ടവർ കണ്ടു, അതുപോലെ മിനിയേച്ചർ മ്യൂസിയം കണ്ടു, അലിയാഗ വാഹിദിൻ്റെ മൊന്യൂമെൻറ്റ് കണ്ടു. ഈവനിങ്ങിൽ നേരെ നമ്മൾ ഹോട്ടലിൽ പോയി ചെക്ക് ഇൻ ആവണതാണ് കണ്ടതല്ലേ. സോ വെൽക്കം ടു ദ യെറ്റ് അനദർ എപ്പിസോഡ് ഓഫ് അസർബൈജാൻ സീരീസ് പാർട്ട് 3. അങ്ങനെതാ നമ്മൾ ഡേ 2ൻ്റെ യാത്ര വളരെയധികം എനർജറ്റിക് ആയിട്ട് തന്നെ സ്റ്റാർട്ട് ചെയ്തു. കൃത്യം 8:30 തന്നെ നമ്മുടെ ഈ ജേർണി സ്റ്റാർട്ട് ചെയ്തു കേട്ടോ. 8:30 തന്നെ നമ്മുടെ ഗൈഡ് ഹോട്ടലിലെ ലോബിയിൽ വന്നിരിപ്പുണ്ടായിരുന്നു. നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞിട്ടാണ് ഇറങ്ങിയത് കേട്ടോ. ബ്രേക്ക്ഫാസ്റ്റിൻ്റെ വീഡിയോ ഞാൻ ഷോർട്സിലിടുന്നുണ്ട്. നമുക്ക് എന്തൊക്കെ ഫുഡാണ് കിട്ടിയെന്നുള്ളത് നമുക്ക് ഹോട്ടലിൽ തന്നെ ബ്രേക്ക്ഫാസ്റ്റ് ഇൻക്ലൂഡഡ് ആണ് കേട്ടോ. പിന്നെ ഇന്നത്തെ ജേർണി നമ്മൾ 8:30 തന്നെ സ്റ്റാർട്ട് ചെയ്യാൻ കാരണം ഇന്ന് കുറച്ച് ലോങ് പോകേണ്ട ദിവസമാണ്. 3 മണിക്കൂർ ട്രാവൽ ഉണ്ട് കേട്ടോ. നമ്മൾ ഇന്ന് പോകുന്നത് ബാക്കു സിറ്റിയിൽ നിന്ന് നമ്മൾ ഇന്ന് പോകുന്ന സ്ഥലത്തേക്ക് 3 മണിക്കൂർ ട്രാവൽ ഉണ്ട്. നേരത്തെ അവിടെ എത്തിയെങ്കിലാണ് നമുക്ക് കുറച്ച് ആക്ടിവിറ്റീസും കാര്യങ്ങളും അവിടെ ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ അതുപോലെ തന്നെ നേരത്തെ തന്നെ നമുക്ക് അവിടെ നിന്ന് ഇറങ്ങിയെങ്കിലാണ് തിരിച്ച് ഹോട്ടലിലേക്ക് എത്താൻ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ടിട്ടാണ് നമ്മൾ 8:30 തന്നെ അവിടെ നിന്ന് ഇറങ്ങിയത് കേട്ടോ. പിന്നെ വേറൊരു കാര്യം പറയേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് നമ്മൾ പോകുന്ന സ്ഥലം കംപ്ലീറ്റ് നമ്മൾ പോകുന്ന റൂട്ടൊക്കെ ഭയങ്കര വ്യത്യാസമായിട്ട് ഉള്ള സ്ഥലമുണ്ട്. ഭയങ്കര ശാന്തമായിട്ടുള്ള സ്ഥലം. മറ്റത് ബാക്കു സിറ്റി ആണെന്നുണ്ടെങ്കിൽ ഇത് നമ്മൾ പക്ക വില്ലേജ് ഏരിയ കൂടിയാണ് കേട്ടോ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതിലൂടെ പോകുമ്പോൾ നമുക്ക് കുറേ കൃഷികളും ഒക്കെ കാണാൻ പറ്റും കേട്ടോ. അങ്ങനെ ഒരു 2 മണിക്കൂറോളം ട്രാവലിംഗ് ഒക്കെ കഴിഞ്ഞ് വന്നപ്പോഴത്തേക്കും എല്ലാവർക്കും ഒന്ന് വാഷ്റൂം യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെ കണ്ട ഒരു കടയുണ്ട്, അവിടെ ഒന്ന് നിർത്തിയിട്ടുണ്ട്. അങ്ങനെതാ നമ്മൾ വീണ്ടും യാത്ര സ്റ്റാർട്ട് ചെയ്തു കേട്ടോ. കുറേ അങ്ങോട്ട് പോയി കഴിഞ്ഞപ്പോഴത്തേക്കും ചെറുതായിട്ട് നമ്മൾ മഞ്ഞുകളൊക്കെ കണ്ടു തുടങ്ങി കേട്ടോ. അത് കണ്ടു തുടങ്ങിയപ്പോൾ തന്നെ നമുക്ക് എന്തെന്നില്ലാത്തൊരു സന്തോഷമുണ്ട്. കാരണം ആദ്യമായിട്ട് നമ്മൾ ലൈഫിൽ കാണുകയാണ് ഇങ്ങനെ ഒരു മഞ്ഞും ഒക്കെ എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ആദ്യമായിട്ട് നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ ഇത് കണ്ടിട്ട് ഭയങ്കര സന്തോഷമായിരുന്നു കേട്ടോ. 2025 ശരിക്കും പറഞ്ഞാൽ ഈ ഒരു കാഴ്ച എന്ന് പറയുന്നത് വല്ലാത്തൊരു ഫീലാണ് നമുക്ക് കിട്ടണത്. എനിക്ക് ഈ വിൻഡോ സൈഡിൽ ഇരുന്നിട്ട് ഈ ഒരു സൈഡിലത്തെ കാഴ്ച മാത്രമേ കാണാൻ പറ്റുന്നുള്ളൂ. അതുകൊണ്ടിട്ട് നിങ്ങൾക്ക് നല്ല മൊത്തത്തിലുള്ള വ്യൂ കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ഗൈഡിൻ്റെ അടുത്തൊന്ന് വീഡിയോ എടുത്ത് തരാൻ പറഞ്ഞു. അപ്പോൾ ഗൈഡ് എടുത്ത് തന്നതാണ് കേട്ടോ ഈ വീഡിയോ. 2 സൈഡാണെങ്കിലും മരങ്ങൾ മഞ്ഞ് കൊണ്ടിട്ട് മൂടി നിൽക്കുകയാണ്. നടുക്കെ കൂടി നമ്മൾ വണ്ടി കൊണ്ട് പോകുമ്പോൾ 2 സൈഡും മഞ്ഞുകൾ കൊണ്ട് മൂടിക്കണ മരങ്ങളൊക്കെ കാണാൻ ഭയങ്കര ഭംഗിയായിരുന്നു കേട്ടോ. അപ്പോൾ ഇന്നത്തെ ഞങ്ങളുടെ യാത്ര ഷഹ്ദാഗ് മൗണ്ടൻ റിസോർട്ടിലോട്ടാണ് കേട്ടോ. ഈ ഷഹ്ദാഗ് മൗണ്ടൻ റിസോർട്ടിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ ഇത് അസർബൈജാൻ്റെ നോർത്ത് ഈസ്റ്റേൺ പാർട്ടായ ഗുസാർ റീജിയനിലാണ് ഇത് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ ഒരു നാച്ചുറൽ ബ്യൂട്ടി കൊണ്ടിട്ട് തന്നെ ഈ ഒരു പ്ലേസ് വളരെയധികം ഫേമസ് ആണ് കേട്ടോ. ഞങ്ങൾ വന്നത് വിൻ്റർ സീസണിലാണ്. അപ്പോൾ ഇവിടെ ഈ വിൻ്റർ സീസണിൽ ഒരുപാട് ആക്ടിവിറ്റീസ് ഒക്കെ കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഈ ഗുസാർ റീജിയൻ എന്ന് പറയുന്നത് റഷ്യയുടെ അതിർത്തിയോട് ചേർന്ന് കിടക്കുന്ന ഒരു റീജിയൻ ആണ് കേട്ടോ. പിന്നെ ഈ മൗണ്ടൻ്റെ ഉയരം എന്ന് പറയുന്നത് സമുദ്രനിരപ്പിൽ നിന്നിട്ടും 4243 മീറ്റർ ഉയരമുണ്ട് കേട്ടോ. അതായത് 13,921 അടി ഉയരമുണ്ട് ഈ മൗണ്ടന്. അങ്ങനത്തെ നമ്മൾ ഷഹ്ദാഗ് മൗണ്ടൻ റിസോർട്ടിലെത്തി. അപ്പോൾ ഇതിൻ്റെ അകത്തേക്കാണ് കേട്ടോ നടന്ന് പോവേണ്ടത്. നമ്മളിപ്പോൾ അവിടെ നിന്ന് ജാക്കറ്റ്, ഗ്ലൗസ്, ക്യാപ്പ് എല്ലാം ഇട്ടിട്ടാണ് വണ്ടിയിൽ നിന്ന് ഇറങ്ങിയത്. അങ്ങനെ
ദാ നമ്മൾ മഞ്ഞിൽ കളിക്കാനും അവിടെയുള്ള ആക്ടിവിറ്റീസൊക്കെ എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോവുകയാണ്. ഭയങ്കര എക്സൈറ്റഡ് ആയിട്ടായിട്ടോ പോണത്. കാരണം അത്രയും നാളും നമ്മൾ ടി വിയിൽ കണ്ടുകൊണ്ടിരുന്ന അതേ സ്ഥലങ്ങൾ നമ്മൾ നേരിട്ട് കാണുന്നു. അതിൽ കാണിച്ചിരുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ ആക്ടിവിറ്റീസൊക്കെ എക്സ്പീരിയൻസ് ചെയ്യാൻ പോകുന്നു. അപ്പോൾ അതിൻ്റെയൊക്കെ ഭയങ്കര ത്രില്ലിലാണ് കേട്ടോ പോണത്. ബാക്കുവിലെ അപേക്ഷിച്ച് നോക്കുമ്പോൾ നമുക്ക് ഇവിടെ വിൻഡൊന്നും ഉണ്ടായില്ല. അതുകൊണ്ടിട്ട് തണുപ്പൊക്കെ നമുക്ക് കുഴപ്പമുണ്ടായില്ല. അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന തണുപ്പ് തന്നെയായിരുന്നു. ഗ്ലൗസും ഒക്കെ ഉണ്ടല്ലോ, അപ്പോൾ അതുകൊണ്ടിട്ട് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നതായിരുന്നു. പിന്നെ സൺലൈറ്റ് ഉള്ളത് കാരണം കൊണ്ട് നമുക്ക് നല്ലൊരു ക്ലൈമറ്റാണ് കിട്ടിയത് കേട്ടോ. വിസിബിലിറ്റി ഒക്കെ നല്ലോണം ക്ലിയർ ആയിരുന്നു വിസിബിലിറ്റിയൊക്കെ. അങ്ങനത്തെ നമ്മൾ ഫസ്റ്റത്തെ ആക്ടിവിറ്റി എക്സ്പീരിയൻസ് ചെയ്യാൻ പോവുകയാണ്. ചെയർ ലിഫ്റ്റിൽ നമുക്ക് കയറാൻ പോവാണ് കേട്ടോ. അപ്പോൾ അതിന് ക്യൂവിൽ നിൽക്കുകയാണ്. ടിക്കറ്റൊക്കെ എടുത്തിരുന്നു. അത് സ്കീൻ ചെയ്യണത് ഈ ചെയർ ലിഫ്റ്റ് എക്സ്പീരിയൻസ് ചെയ്യുന്നതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമുക്കൊരു ടെൻഷൻ ഉണ്ടായിരുന്നു കേട്ടോ. കാരണം നമ്മൾ മോനെയും കൊണ്ടാണ് കയറുന്നത്. ഈ ചെയർ ലിഫ്റ്റ് ഇങ്ങനെ കറങ്ങി വരികയാണ്. അപ്പോൾ അത് സ്റ്റോപ്പ് ചെയ്യില്ല. ഭയങ്കര സ്ലോവിൽ ഇങ്ങനെ കറങ്ങി വന്നുകൊണ്ടിരിക്കുന്ന ടൈമിലാണ് നമ്മൾ കയറുന്നത്. അപ്പോൾ ഈ ചെയർ ലിഫ്റ്റ് ഇങ്ങനെ പോകുമ്പോഴത്തേക്കും അതിൻ്റെ ഫ്രണ്ടിൽ ആളെ നിർത്തിയിട്ടുണ്ടാകും. ഈ ചെയർ ലിഫ്റ്റ് വരുമ്പോൾ നമ്മൾ അതുമോട്ട് ഇരുന്ന് വേഗം കയറിയിരിക്കുക, അങ്ങനെ പോകുക, അങ്ങനെയാണ്. അപ്പോൾ മോനെ കൊണ്ട് കയറുമ്പോൾ നമുക്ക് വേഗം കയറാൻ പറ്റുമോ, തട്ടി വീഴോ എന്നൊക്കെ ഉള്ളൊരു പേടി ഉണ്ടായിരുന്നു. പക്ഷേ ഒരു കുഴപ്പമുണ്ടായില്ല കേട്ടോ. നമുക്ക് നല്ല സുഖത്തിൽ തന്നെ കയറാൻ പറ്റി, ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല. പിന്നെ മോനിക്കാണെങ്കിൽ ടിക്കറ്റ് ഉണ്ടായില്ല കേട്ടോ, ഫ്രീ ആയിരുന്നു. യാതൊരു ഏജ് ലിമിറ്റ് റെസ്ട്രിക്ഷനും കാര്യങ്ങളൊന്നും പറഞ്ഞില്ല കേട്ടോ. നമുക്ക് ഏത് പ്രായത്തിലുള്ള കുട്ടികൾക്ക് വേണമെങ്കിലും കയറാൻ പറ്റും കേട്ടോ. പിന്നെ ഇതിൻ്റെ ഒരു അനുഭവം പറയണമെന്നുണ്ടെങ്കിൽ എനിക്ക് ഭയങ്കര ഇഷ്ടമായി കേട്ടോ. ഭയങ്കര എന്താ പറയുക, ഞാൻ ആദ്യമായിട്ടാണ് ഈ ചെയർ ലിഫ്റ്റ് ആണെങ്കിലും കേബിൾ കാറിലാണെങ്കിലും കയറുന്നത്. അപ്പം നമ്മൾ അത്രയും ഉയരത്തിൽ കൂടെ പോവണം. താഴെ ഫുള്ള് സ്നോ. ഭയങ്കര ഭംഗിയായിരുന്നു കേട്ടോ കാണാനായിട്ട്. പിന്നെ നമുക്ക് ഒട്ടും പേടിയോ ടെൻഷനോ ഒന്നും തോന്നിച്ചില്ല കേട്ടോ. ഫസ്റ്റ് ടൈമാണ് കയറണമെന്നുണ്ടെങ്കിലും നമുക്ക് ഒട്ടും ടെൻഷനും പേടിയൊന്നും തോന്നിച്ചില്ല. പറ്റിയിട്ട് അഭിപ്രായം എന്താ? അടിപൊളി, സൂപ്പർ. ഒരാദ്യം തിന്നു പറയാം. കാല് ഇതിന്റെ ഉള്ളില് ആയിരുന്നു. പക്ഷെ എനിക്ക് കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. ഈ ഒരു ഗ്യാപ്പ് നമുക്ക് എടുക്കാൻ പറ്റില്ലായിരുന്നു. പക്ഷെ കുഴപ്പമില്ല, അവനിക്ക് അതൊന്നും പ്രശ്നമായിട്ടില്ല. ഇറങ്ങിയിട്ടില്ല. പക്ഷെ കണ്ടപ്പോ നമ്മ പേടിച്ചു പോയി. ആള് ബാക്ക് കാണാൻ വന്നിട്ട് ആള് ഉറങ്ങിയിട്ട്. അപ്പോൾ ഇവിടെയാണ് കേട്ടോ നമ്മൾ ഇറങ്ങേണ്ട സ്റ്റേഷൻ. നമ്മളിവിടെ ഇറങ്ങി. അപ്പോൾ ഇവിടെ നമുക്ക് ഫോട്ടോ എടുക്കാനും വീഡിയോ എടുക്കാനും ഒക്കെ ഉള്ള കുറച്ച് സ്പോട്ടുകളുണ്ട്. അപ്പോൾ നമ്മളങ്ങനെ ഇവിടെ ഇറങ്ങി കുറച്ച് നേരം ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തിട്ടോ. പിന്നെ കുറച്ച് നേരം ഇവിടെ നിന്നിട്ട് ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കലായിരുന്നു. സ്നോ വീഴുന്ന എഫക്റ്റൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ എല്ലാവരും സ്നോ വാരി എറിയലും വീഡിയോ എടുക്കലും ഫോട്ടോ എടുക്കലും ഒക്കെ ആയിരുന്നു. നല്ല രസമായിരുന്നു കേട്ടോ. അടിച്ച് പൊളിക്കായിരുന്നു എല്ലാവരും അവിടെ മഞ്ഞ് മെളിന്നിട്ട്. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് തിരിച്ചിറങ്ങി കേട്ടോ. കാരണം നമുക്ക് ഇനി ഫുഡ് കഴിക്കണം. അത് കഴിഞ്ഞിട്ട് വേറൊരു റൈഡ് ഉണ്ട്, അതുമ്മ കയറണം. പക്ഷെ അപ്പം തന്നെ ഒരുപാട് ലേറ്റായി കഴിഞ്ഞിരുന്നു കേട്ടോ. നമ്മൾ കുറച്ച് ലേറ്റായിരുന്നു ഇങ്ങോട്ട് എത്താനും. പിന്നെ അവിടെ തന്നെ കുറച്ച് ടൈം നമ്മൾ സ്പെൻഡ് ചെയ്തിരുന്നു. അപ്പോൾ ഒക്കെ കൂടി ആയപ്പോൾ അത്യാവശ്യം നല്ല ടൈമായി. ഫുഡ് കഴിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ആ റൈഡിൽ കയറാൻ പറ്റുമെന്ന് തന്നെ അറിയില്ലായിരുന്നു.
അങ്ങനെതാ നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി ഹോട്ടലിൽ കയറി. അവിടെ തന്നെ റെസ്റ്റോറൻറ്റ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഇന്ത്യൻ ഫുഡ് കിട്ടുന്ന ഹോട്ടൽ കണ്ടപ്പോൾ നമ്മൾ കയറിയതാണ്. നമ്മൾ ചന ബിരിയാണിയും ചിക്കൻ ബിരിയാണിയാണ് ഓർഡർ ചെയ്തത്. പക്ഷേ ആ പേരായിട്ട് യാതൊരു സാമ്യവും ഇല്ല കേട്ടോ ഫുഡിന്. ഇവിടെ ഒന്നും കാണൂല. എവിടെ അങ്ങനെ നമ്മളിവിടെ നിന്ന് ഇറങ്ങാൻ കേട്ടോ. നമുക്ക് ഭയങ്കര ഒരു ആഗ്രഹമായിരുന്നു റോളർ കോസ്റ്ററിൽ കയറണം എന്നുള്ളത്. ഭയങ്കര ആഗ്രഹമായിട്ടാണ് പോയത്. പക്ഷെ അത് നടപ്പാക്കാൻ പറ്റാത്തതിൻ്റെ ഒരു വിഷമം നമുക്ക് ഉണ്ടായിരുന്നു കേട്ടോ ഭയങ്കരമായിട്ട്. എല്ലാവർക്കും അതുമ്മ കയറാൻ ഭയങ്കര ആഗ്രഹമായിരുന്നു. പക്ഷേ അതിന് കുറച്ച് ടൈം എടുക്കും, കുറച്ച് ക്യൂ ഉണ്ട്. ഒരു ഹാഫ് ആൻ അവർ, ഒരു 45 മിനിറ്റോളം നമ്മൾ അവിടെ വെയിറ്റ് ചെയ്യേണ്ടി വരും. അപ്പം അതിനുള്ള ടൈം നമുക്കില്ല. 3 o'clock നമുക്ക് ഇവിടെ നിന്ന് ഇറങ്ങണമായിരുന്നു. കാരണം നേരം വൈകുന്നോറും ഇവിടെ നിന്ന് പോകാനായിട്ട് കുറച്ച് ഡേഞ്ചറായിട്ട് വരും. അപ്പം നമ്മുടെ സേഫ്റ്റിക്കും കൂടി വേണ്ടിയിട്ടാണ് നമ്മളുടെ ഗൈഡ് വേഗം ഇറങ്ങണം എന്ന് പറഞ്ഞത്. അങ്ങനെ തിരിച്ച് പോവാണ് കേട്ടോ. ഇവിടുന്ന് വീണ്ടും നമ്മളൊരു 3.5 hour നമുക്ക് ട്രാവൽ ഉണ്ട്. എന്നാലാണ് നമുക്ക് ഹോട്ടലിൽ എത്താൻ പറ്റുള്ളൂ. പിന്നെ പോകുന്ന വഴിക്ക് കുറച്ച് കഴിയുമ്പോഴത്തേക്കും ഫോഗ് വന്നു തുടങ്ങി കേട്ടോ. അപ്പോഴാണ് നമുക്ക് മനസ്സിലായത് ഇവിടുന്ന് പോകാൻ കുറച്ച് ഡേഞ്ചറായിട്ട് വരും എന്നുള്ളത് മനസ്സിലായത് ഇത് കണ്ടപ്പോഴാണ്. അത്യാവശ്യം നല്ല ഫോഗായി തുടങ്ങിയായിരുന്നു. അങ്ങനെ നമ്മൾ ഗൈഡിൻ്റെ അടുത്ത് പറഞ്ഞിരുന്നു പോണ വഴിക്ക് നല്ല ഇതിനൊരു സ്പോട്ട് കാണുമ്പോൾ ഒന്ന് വണ്ടി നിർത്തി തരണം, നമുക്കൊന്ന് ഫോട്ടോ എടുക്കാനാണെന്നൊക്കെ പറഞ്ഞിരുന്നു. അപ്പോൾ നല്ലൊരു ഏരിയ കിട്ടിയപ്പോൾ നമുക്ക് വേണ്ടിയിട്ട് ഗൈഡ് അവിടെ ഇറക്കി തന്നിട്ടോ. കുറച്ച് നേരം അവിടെ 3-4 മിനിറ്റ് നമ്മൾ അവിടെ നിന്നിട്ടൊന്ന് ഫോട്ടോ എടുക്കാനും വീഡിയോ എടുക്കാനൊക്കെ ആയിട്ടൊക്കെ നിന്നു. അങ്ങനെ നമ്മൾ വീണ്ടും യാത്ര തിരിച്ചിട്ടോ. ഇനി നമ്മൾ നേരെ ബാക്കുലോട്ടാണ്. അങ്ങനെ നമ്മൾ ഷഹദാഗിനോട് ബൈ ബൈ പറയാൻ കേട്ടോ. നേരെ നമ്മൾ ഹോട്ടലിലേക്ക് പോവുകയാണ്. അങ്ങനെ നമ്മൾ 2ാമത്തെ ദിവസവും ഇവിടെ അവസാനിക്കുകയാണ് കേട്ടോ. പോണ വഴിക്കും നല്ല നല്ല ഭംഗിയുള്ള പ്ലേസൊക്കെ കാണാം കേട്ടോ. പുല്ലൊക്കെ വന്ന് പച്ചപ്പായിട്ട് നിൽക്കുന്ന സ്ഥലവും അവിടെ ചെറിയ ചെറിയ വീടുകളും ഒക്കെ ആയിട്ടൊക്കെ കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. വണ്ടിയിലാണെങ്കിൽ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് കേൾക്കുന്നത് അസർബൈജാനി സോങ്ങാണ്. അപ്പോൾ അതൊക്കെ കേട്ടുകൊണ്ടും പോകാനായിട്ടൊക്കെ നല്ല രസമായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ ഹോട്ടലിലെത്തി. ഇവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ കുറച്ച് നേരം ലോബിയിലൊക്കെ ഇന്ന് സംസാരിച്ചിട്ടാണ് കേട്ടോ പോയത് എല്ലാവരും. അപ്പോൾ എല്ലാവരും കൂടി തീരുമാനിച്ചു നമുക്കിന്ന് രാത്രി ഒന്ന് പുറത്ത് പോകാം. ടാക്സി വിളിച്ച് പോകാനുള്ള ദൂരമേ ഉള്ളൂ. ടാക്സിയൊക്കെ ഭയങ്കര ചീപ്പ് റേറ്റാണ് കേട്ടോ ഇവിടെ. അപ്പോൾ ഒന്ന് പുറത്ത് പോകാം, പുറത്തുനിന്ന് ഫുഡ് കഴിക്കാമെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെയൊക്കെ സെറ്റായിട്ടാണ് എല്ലാവരും റൂമിലോട്ട് പോയത്. റൂമിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ നമ്മൾ ഒന്ന് കോഫി ഉണ്ടാക്കി. ഇവിടെ വന്നതിന് ശേഷം എനിക്ക് ഭയങ്കരമായിട്ട് മിസ് ചെയ്തത് പാൽ ചായയാണ് കേട്ടോ. ഞാൻ പാൽ ചായൻ്റെ ഭയങ്കര ഒരു ഫാനാണ്. അപ്പോൾ ഇവിടെ വന്നപ്പോൾ പാൽ ചായ കിട്ടാത്തതിൻ്റെ ഭയങ്കര ഒരു ബുദ്ധിമുട്ടുണ്ടായി. അപ്പോൾ ഇവിടെ തന്നെ കെറ്റിലും കോഫി പൗഡറൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ഇട്ടിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് പാൽ കാപ്പിയൊക്കെ ഉണ്ടാക്കി തൽക്കാലം ഒന്ന് സമാധാനത്തിന് വേണ്ടിയിട്ട് അതൊക്കെ കുടിക്കാം കേട്ടോ. അങ്ങനെ നമ്മൾ ടാക്സിയൊക്കെ വിളിച്ചത് പുറത്ത് പോയി. അപ്പോൾ നോക്കിയപ്പോൾ സ്നോഫോള് നമുക്ക് എല്ലാം ശരിക്കും പറഞ്ഞാൽ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും കേട്ടോ. അവിടുത്തെ കാറ്റാണെങ്കിലും മഞ്ഞാണെങ്കിലും സ്നോഫോളാണെങ്കിലും എല്ലാം നമുക്ക് ഭയങ്കരമായിട്ട് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റി. അതൊക്കെ ഭയങ്കര സന്തോഷമായിട്ടോ. ഇപ്പം നമ്മൾ ഇവിടുത്തെ ഒരു ഇന്ത്യൻ റെസ്റ്റോറൻ്റ് ഉണ്ട്. ആ ഒരു ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ പോണത്. നമ്മള് ഇന്നലെ വന്നോർമ്മ തങ്ങള് ഓക്കെ സ്നോഫോള് അതിന്റെ കൂടുതൽ പോകെ ബാഗിന്റെ വില വലിയ വില. അങ്ങനെ നമ്മൾ ഫുഡ് കഴിക്കാൻ ഹോട്ടലിൽ കയറിട്ടോ. ബർബാർ എന്നാണ് ഹോട്ടലിൻ്റെ പേര്. നോർത്ത് ഇന്ത്യൻ ഫുഡാണ് കേട്ടോ അവിടെ കിട്ടുക. നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. ഐബോസ് ആണെന്നുണ്ടെങ്കിൽ കൂട്ടത്തിൽ കളിക്കാൻ ഒരു ചേച്ചീനെ കിട്ടി. അപ്പോൾ ആ ചേച്ചിയാണെങ്കിൽ പപ്പിക്കുട്ടീനെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കണ്ട് ഭയങ്കരമായിട്ടൊക്കെ ചിരിച്ചും കളിച്ചൊക്കെ ഇരിക്കുകയാണ് ഐമ്പൂച്ച്.
അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് നേരെ ഹോട്ടലിലേക്ക് പോയിട്ടോ. ഫുഡിൻ്റെ ഫോട്ടോയൊന്നും എടുത്തില്ല. എല്ലാവരും നല്ല ടയേർഡായിരുന്നു. കുറച്ച് ലേറ്റ് ആയിപ്പോയിരുന്നു നമ്മൾ ഹോട്ടലിലേക്ക് പോകാനും. ഹോട്ടൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അടച്ചു തുടങ്ങിയപ്പോഴാണ് നമ്മളവിടെ എത്തിയത്. പിന്നെ അതൊരു നോർത്ത് ഇന്ത്യക്കാരനായിരുന്നു. അപ്പോൾ ഒരു ഇന്ത്യക്കാരെ കണ്ടപ്പോൾ അവർ നമ്മൾ കുറച്ച് നേരം സംസാരിച്ചൊക്കെ ഇരുന്ന് ഫുഡൊക്കെ കഴിച്ച് നമുക്ക് ടാക്സീൻ്റെ കാര്യമൊക്കെ അവരെല്ലാം റെഡിയാക്കി തന്നതിന് ശേഷമാണ് കേട്ടോ, നമ്മൾ കയറ്റി വിട്ടതിന് ശേഷമാണ് അവർ പോയത്. നല്ല ഈ അസർബൈജാനിലാണെങ്കിൽ പൊതുവെ എല്ലാവരും ഭയങ്കര ഹെൽപ്പിംഗ് മെൻറ്റാലിറ്റി ഉള്ള ആൾക്കാരാണ് കേട്ടോ. പിന്നെ വേഗം തന്നെ എല്ലാവരും ഹോട്ടലിലേക്ക് പോയി. എല്ലാവരും നല്ല ടയേർഡായിരുന്നു. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഡേ 2ൻ്റെ വ്ളോഗ്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കണു. നമ്മൾ ഷഹദാഗ് മൗണ്ടൻ റിസോർട്ടിലാണ് പോയത്. അവിടുത്തെ മഞ്ഞിലുള്ള ആക്ടിവിറ്റീസും കാര്യങ്ങളും എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കണു. അപ്പോൾ ഇതിന് മുന്നേ ഡേ 1ൻ്റെ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട്, കാണാത്തവർ പോയി കാണും കേട്ടോ. ഇനി നെക്സ്റ്റ് നല്ലൊരു വ്ളോഗായിട്ട് ഡേ 3 വ്ളോഗായിട്ട് വരുന്നതായിരിക്കും. താങ്ക്സ് ഫോർ വാച്ചിങ്.